5 സെൻറ്റ് പട്ടയത്തിന് കൊടുത്തിട്ട് അവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ഇവർ വേണ്ട പറഞ്ഞ് എല്ലാവർക്കും KLU കൊടുക്കട്ടെ, നിങ്ങൾ ആരും കൃഷി ഇറക്കണ്ട. ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നത്. 100% നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ് ഈ പ്രാവശ്യത്തെ നെൽകൃഷിക്കാരനെ സംബന്ധിച്ച്. ഒരു പാലക്കാട് ജില്ലയ്ക്ക് ഒരു പാക്കേജ് എപ്പോൾ തുടങ്ങി പറയുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ പ്രതികൂലമാകും. കൃഷി ഇറക്കാതിരിക്കാമെന്ന് വിചാരിച്ചാൽ കൊടി നാട്ടിയിട്ട് നമ്മൾ അതിൽ വഴി വേറെ മാനസിക പീഡനം നടത്തുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ കർഷകരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് തീർത്തും പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതിൻ്റെ ദുഃഖത്തിലാണ് ഞങ്ങൾ. ഇന്നലെ ഇപ്പോൾ ആ ബഡ്ജറ്റ് കണ്ടതിൽ വളരെ നിരാശയിലാണ് കർഷകർ. കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ 2-3 ക്രോപ്പായിട്ട് വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നവകേരള സദസ്സിൽ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ട് ഞങ്ങളൊരു 5 പേജ് അടങ്ങുന്ന നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെല്ലാം ആവശ്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതായത് ഒന്നാമത് വില വർധനവ്, രണ്ടാമത് ഈ PRS ലോൺ അവസാനിപ്പിക്കണം, മൂന്നാമത് ഈ സംഭരണ ശേഷി വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ PRS ലോണ് ഒഴിവാക്കിക്കൊണ്ട് കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ തരുന്നൊരു സംവിധാനമാണ് നമ്മൾ ആദ്യം പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള ഒരാവശ്യം. അങ്ങനെ അതുപോലെ കനാൽ നവീകരണം, കർഷകർക്ക് 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് കൊടുക്കുന്ന കർഷക പെൻഷൻ 3 വർഷമായി മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെയുള്ള അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചും ആ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചും കഴിഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അതിൽ പ്രതിപാദിച്ചുകൊണ്ട് 5 പേജ് അടങ്ങുന്ന ഒരു നിവേദനം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ടുകൊടുത്തു. റെസീറ്റ് വാങ്ങിച്ചു. ഈ നിമിഷം വരെ ആ റെസീറ്റ് കിട്ടിബോധിച്ചതിന് പോലും, നമ്മുടെ അപേക്ഷ നിവേദനം അവിടെ കിട്ടിബോധിച്ചതിന് പോലും ഒരു SMS പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. മറ്റ് പല ആളുകൾക്കും പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചവർക്ക് വന്നിട്ടുണ്ട്. കിട്ടാവുന്നവിടെ നിന്നെല്ലാം കടം വാങ്ങിച്ചിട്ടും അങ്ങനെയും വീട്ടിലുള്ളതിൻ്റെ സ്വർണ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് കൃഷി ഇറക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ആ കൃഷി ഇറക്കിയതിനെ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ തന്നെ വലിയ നിരാശയിലാണ്. കൊയ്ത്ത് വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള പണം കൊടുക്കണം, പിന്നെ ട്രാക്ടർ, അങ്ങനെ ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഓരോ കർഷകനും നടക്കുന്നത്. അവർ കേന്ദ്രം തരുന്ന കാശ് പോലും ഇവർ അവഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവർ 2-3 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ ഒരു പൈസ പോലും കർഷകർക്ക് കൊടുത്തിട്ടില്ല. പ്രഖ്യാപനങ്ങൾ മാത്രം വാരിക്കോരി പറയുന്നുണ്ട്. എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ പറയുന്നതെന്നുള്ളത് ഒരാൾക്കും അറിയുന്നില്ല. പക്ഷെ വളരെ നിർഗതിയുള്ള ജീവിതമാണ് ഉണ്ട്. പെൻഷൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. കർഷക ഈ പെൻഷൻ അപേക്ഷിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്കായിട്ടില്ല പറഞ്ഞു. അങ്ങനെ എൻ്റെ പ്രശ്നം മാത്രമല്ല സാറ്, എല്ലാവരുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് അതിന് ഗവൺമെൻറ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. പ്രതിഷേധം പറഞ്ഞ് ഇങ്ങനത്തെ കൂടുതൽ പ്രതിഷേധം. കർഷകനെ പറയുന്നത് ഒരു പൈസ പോലും 93 കോടി റുപ്യ കൊണ്ട് 1000 പഞ്ചായത്തിൽ എവിടെ നിങ്ങൾ ഇതാകും. ഗവൺമെൻറ് പറയണേ. എന്നാൽ പിന്നെ ഇവിടെയുള്ള സജി ചെറിയൻ പറഞ്ഞാൽ ഇവിടെ നെല്ലില്ലെങ്കിലും എല്ലാവർക്കും KLU കൊടുക്കും. ഒരു KLU ഒരു 5 സെൻറ്റിന് വേണം പറഞ്ഞ് അവൻ നടന്നവൻ്റെ പേപ്പർ മുഖത്തെറിഞ്ഞിട്ട് വരാനതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് പോയിട്ട് 5 സെൻറ്റ് പട്ടയത്തിന് കൊടുത്തിട്ട് അവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് വന്നത്. എന്നാൽ ഇവർ വേണ്ട പറഞ്ഞ് എല്ലാവർക്കും KLU കൊടുക്കട്ടെ, നിങ്ങൾ ആരും കൃഷി ഇറക്കണ്ട. വളരെയധികം ശുഭപ്രതീക്ഷയോടെ ഇരുന്നാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ്. അത് ബഡ്ജറ്റ് വന്നതോടുകൂടി 100% നിരാശാജനകമായിട്ടാണ് പ്രത്യേകിച്ച് നെൽകർഷകനെ സംബന്ധിച്ച്. നെല്ല് സംഭരണത്തിനോടനുബന്ധിച്ച് യാതൊന്നും അതിൽ വകയിരുത്തിയില്ല, ഒന്നും പറയണമില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5-2 മാസം തിരുതകൃതമായിട്ട് കൊയ്ത്തായിരിക്കും. ഇതിനുള്ള പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കുന്നത് മുഴുവൻ വായ്പയായിട്ട് കൃഷിക്കാരനെ വീണ്ടും കടക്കണിയിലാക്കിക്കൊണ്ട് പോവാണ്. ആ പൈസ വകയിരുത്തിയിട്ടില്ല. ഞങ്ങൾ നല്ല ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നത്. 100% നിരാശാജനകമായിട്ടുള്ള ബഡ്ജറ്റാണ് ഈ പ്രാവശ്യത്തെ നെൽകൃഷിക്കാരനെ സംബന്ധിച്ച്. കഴിഞ്ഞ വർഷം താങ്ങുവില കൂട്ടണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ എന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നത്. അത് ഇപ്രാവശ്യം ബഡ്ജറ്റിൽ അത് യാതൊരു വിലയും കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ PRSൻ്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ലോണ് ഇപ്പോൾ വേറെ ഏതെങ്കിലും നമ്മൾ ലോണിന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിന് കൂടി അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ബാങ്കിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ അന്വേഷിച്ച റിപ്പോർട്ട് നമുക്ക് അറിയണത്. പക്ഷേ അത് നമുക്ക് പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കാടച്ചാൽ വരുന്നുണ്ട്, അത് മുഴുവൻ ഡാമേജാണ്. അപ്പോൾ ആ ശരിക്കുള്ള വരുന്ന മലമ്പുഴയിൽ നിന്ന് വരുന്നുള്ള വെള്ളം നമ്മുടെ കണ്ടങ്ങളിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ആദ്യം ഒന്ന് ശരിയാക്കി തരിക. പിന്നെ താങ്ങുവില കേന്ദ്രം കൂട്ടുന്നതിനനുസരിച്ച് ഇവിടെ കൂട്ടുന്നില്ല. അവർ തന്നാലും ഇവിടെ നിന്ന് തരാൻ ഒരുപാട് ഡിലേ ആകുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കൃഷിക്കാരന് ഇതിപ്പോൾ 6 മാസം കഴിയണം. ഇത് കൊയ്ത് ഇതെല്ലാം റെഡിയാക്കിയിട്ട് വരുമ്പോഴേക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു സാധാരണക്കാരൻ കൃഷിക്കാരന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രതികൂലമായിട്ടുള്ളത്
പാലക്കാട് ജില്ലയ്ക്ക് ഒരു പാക്കേജ് എപ്പോൾ തുടങ്ങി പറയുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ പ്രതികൂലമാകും. ചെറുകിട കർഷകർ അവരവരുടെ ബാധ്യതയും വെച്ച് അതിൽ കൂടി വേറെ ബാധ്യത ഉണ്ടാക്കിയിട്ടാണ് സ്വർണ്ണം പണയം വെച്ചിട്ടും മറ്റുള്ള ബാധ്യതകൾ ഉണ്ടാക്കിയിട്ടുമാണ് നെല്ല് നമ്മൾ കൃഷി ഇറക്കി നെല്ലാക്കി എടുക്കുന്നത്. ആ നെല്ലിന് സമയാസമയങ്ങളിൽ നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ നിർത്തുള്ളൂ. അത് കാരണം ഇപ്പോൾ നമ്മൾ ചില്ലറ കച്ചവടക്കാരെ ഉദ്ദേശിച്ച് കച്ചവടം നടത്തിയിട്ടാണ് ഇപ്പോൾ പോണത്. ഈ കയ്യിൽ നമുക്ക് കിട്ടണ എത്രത്തോളം കിട്ടണമോ ആ കിട്ടണതിനെ നമ്മൾ ചെറുകിട കർഷകർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം മാത്രം തന്നെയുള്ളൂ. ഈ വെച്ചിരിക്കുന്ന സംഭവങ്ങളോ കടം വാങ്ങിയെടുത്തതിനോ നമുക്ക് തിരിച്ചെടുക്കാൻ വഴിയില്ല. ഈ ബജറ്റിൽ വഴി നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വഴിയുള്ളൂ. അതിനൊന്നും കിട്ടാനും വഴിയില്ല. PRS വായ്പ കിട്ടുന്നത് 6 മാസവും 5 മാസവും കഴിഞ്ഞിട്ടാണ്. നമ്മൾക്കൊരു വരുമാനവും അതിലില്ല, ലാഭമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. കൃഷി ഇറക്കാതിരിക്കാമെന്ന് വിചാരിച്ചാൽ കൊടി നാട്ടിയിട്ട് നമ്മളെ അതിൽ വഴി വേറെ മാനസിക പീഡനം നടത്തുകയും ചെയ്യും. അത് കാരണം കൊണ്ട് കൃഷി ഇറക്കാതിരിക്കാനും വഴിയില്ല, ഭൂമി കണ്ടവർ കൊണ്ടുപോകും. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഈ ഗവൺമെൻറ് എന്ത് ധീരമായ നടപടിയും കൈക്കൊള്ളുമെന്ന് കൃഷിക്കാരൻ്റെ ഇടയിലൊരു ധാരണയുണ്ടായിരുന്നു. അതിനെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ പാലക്കാട് ജില്ലയെ അവഗണിച്ചു എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ച സബ്സിഡി അടക്കം വെട്ടിക്കുറച്ചുകൊണ്ട് 1 രൂപ 1 കിലോവിന് 1 രൂപ 43 പൈസ വെട്ടിച്ചുരുക്കി. അതും കൂടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് നമ്മൾക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയും തെറ്റിച്ചു. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഒരു ബഹുമന്ത്രി ഉണ്ടായിട്ട് കൂടി അത് നിറവേറ്റുവാൻ കഴിയാത്തതിൽ പാലക്കാട് ജില്ലയിലെ കർഷകർ അതിയായ നിരാശയിലാണ്. ഈ ബഡ്ജറ്റിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ കർഷകരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് തീർത്തും പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതിൻ്റെ ദുഃഖത്തിലാണ് ഞങ്ങൾ.